പാലക്കാട് കഞ്ചിക്കോട് നടന്ന ആൾക്കൂട്ട കൊലപാതകം മനുഷ്യ മനസാക്ഷി ഞെട്ടിപ്പിക്കുന്നതാണ്. ഛത്തീസ്ഗഡ് ബിലാസ്പൂർ സ്വദേശിയായ രാംനാരായൺ ബയ്യാർ എന്ന 31 വയസ്സുകാരനെയാണ് മാതാളിക്കാട് എന്ന പ്രദേശത്ത് വെച്ച് ആൾക്കൂട്ടം മോഷ്ടാവെന്നും നുഴഞ്ഞുകയറ്റക്കാരനെന്നുമൊക്കെ ആരോപിച്ചുകൊണ്ട് മർദ്ദിച്ച് കൊലപ്പെടുത്തിയത്. അയാൾ ബംഗ്ലാദേശിയാണെന്നാണ് ഈ ആൾക്കൂട്ടം ആരോപിച്ചത്. എന്താണ് ബംഗ്ലാദേശി മനുഷ്യനല്ലേ? എങ്ങനെയാണ് ഒരു മനുഷ്യനെ യാതൊരു കാരണവും കൂടാതെ കൊലപ്പെടുത്താൻ കഴിയുന്നത്? എന്ത് പ്രത്യയശാസ്ത്രമാണ് അവരെ അതിന് പ്രചോദിപ്പിച്ചത്? മനുഷ്യരെ ജാതിയുടെയും മതത്തിൻ്റെയും നിറത്തിൻ്റെയും വർഗത്തിൻ്റെയും വർണ്ണത്തിൻ്റെയും ഭാഷയുടെയും പേരിൽ പല തട്ടിൽ നിർത്തിക്കൊണ്ട് അവർക്കിടയിൽ മതിലുകൾ കെട്ടുന്ന ഈ പ്രത്യയശാസ്ത്രം, അതിനെതിരെ ജനങ്ങൾ ഒരേ മനസ്സോടുകൂടി അണിനിരക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. ഒരു ഭാഷ, ഒരു രാജ്യം, ഒരു മതം, നാനാത്വത്തിൽ ഏകത്വമെന്ന നമ്മുടെ മഹത്തായ ഇന്ത്യയുടെ പൈതൃകത്തെ ഇല്ലായ്മ ചെയ്യുന്ന ഫാസിസ്റ്റ് പ്രത്യയശാസ്ത്രം തന്നെയാണ് അവരെ അതിന് പ്രേരിപ്പിക്കുന്ന ഘടകം. ഇവർ ഇന്ത്യയുടെ മഹത്തായ സംസ്കാരത്തെ തിരിച്ചറിയാതെ പോകുന്നവരാണ്. യസ്തു സർവാണി ഭൂതാനി ആത്മന്യവാനു പശ്യതി സർവഭൂതേഷു ചാത്മനം താതോന വിജുഗുപ്സത്തെ. എല്ലാ ജീവികളെയും ആത്മാവിലും, ആത്മാവിനെ എല്ലാ ജീവികളിലും കാണുന്നവൻ ഒന്നിനെയും വെറുക്കുന്നില്ല, നിന്ദിക്കുന്നില്ല എന്നാണ് വേദാന്ത ദർശനം പഠിപ്പിക്കുന്നത്. എന്നാൽ മതത്തിൽ നിന്നും വളരെ അകന്നുപോയ ഫാസിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിൻ്റെ വക്താക്കൾ ഈ വേദാന്ത ദർശനം ഒരാവർത്തി മനനം ചെയ്യാൻ തയ്യാറാവുമോ? വാസുദൈവ കുടുംബകം, ലോകം തന്നെ കുടുംബം എന്ന ആശയം ലോകത്തിന് സമ്മാനിച്ച നമ്മുടെ പൈതൃകം ഇവർ ഒരിക്കലും തിരിച്ചറിയാതെ പോകുന്നതും അതുതന്നെയാണ്.